ഒരു 10 മിനിറ്റ് ആവും ഇപ്പോൾ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനും അകത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. സനൂപ് തുടരൂ. അകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അവിടെ ചെന്നിത്തലയുണ്ട്, വി ഡി സതീശന് ഇപ്പുറത്ത് വി ടി ബൽറാം ഉണ്ട്, അൻവർ സാദത്തുണ്ട്, അബിൻ വർക്കിയുണ്ട്, നേതാക്കളൊക്കെ ഉണ്ട്. ചെന്നിത്തല നമ്മൾ അത്ര പ്രതീക്ഷ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ആ മുഖത്ത് കാണുന്നില്ല. ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. സനൂപ് തുടരാം. അതെ, സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ മുഖഭാവവും ഇന്ന് രാവിലെ കണ്ട മുഖഭാവവും ഇപ്പോഴത്തെ മുഖഭാവവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ മുഖം വളരെ കടുപ്പമായിരുന്നു. അതൃപ്തി നമുക്ക് ആ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മാധ്യമങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ കുറച്ചുകൂടി അയഞ്ഞൊരു മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണമായാലും ആ മുഖഭാവമായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞുരുക്കത്തിന്റെ പാതയിലേക്ക് തന്നെ രമേശ് ചെന്നിത്തല എത്തും എന്നുള്ളൊരു സൂചന നമുക്കൊരു പക്ഷേ ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സതീശൻ വന്ന് ഏത് രീതിയിലായിരിക്കും രമേശ് ചെന്നിത്തലയുമായിട്ട് സംസാരിക്കുന്നതും അദ്ദേഹം നൽകാൻ പോകുന്ന ഫോർമുലയും അതേപോലെ സമവാക്യവും ഒക്കെ തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെയധികം നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും അദ്ദേഹം ഈ പറയുന്ന പോലെ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെടുമോ അത് വിട്ടു നൽകാൻ വി ഡി സതീശൻ തയ്യാറാവുമോ, അതിലായിരിക്കും ഇനിയുള്ള ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചയൊക്കെ തന്നെ മുമ്പോട്ട് പോവുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. എന്തായാലും മറ്റൊരു വകുപ്പിലേക്ക് മാറാൻ എന്തായാലും രമേശ് ചെന്നിത്തല തയ്യാറാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കുറച്ചുകൂടി ശക്തമായിട്ടുള്ള വകുപ്പ് എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അപ്പോൾ ആ വകുപ്പ് സതീശന് വിട്ടുകൊടുത്തിട്ട് മറ്റേതെങ്കിലും വകുപ്പ് സ്വീകരിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല തയ്യാറാവുമോ എന്നുള്ള കാര്യം വളരെയധികം സംശയമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ അത് ആഭ്യന്തരമന്ത്രിയായിട്ട് മാത്രമേ താൻ വരികയുള്ളൂ എന്നുള്ളൊരു കാര്യമായിരിക്കും ഒരുപക്ഷെ രമേശ് ചെന്നിത്തല വി ഡി സതീശനെ അറിയിക്കാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് ചർച്ചകളൊക്കെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ മന്ത്രിസഭ രൂപീകരണ സമയത്ത് താനും അതിനോടൊപ്പം ഉണ്ടാവുമെന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല സതീശനെ അറിയിക്കും. അതല്ല, ആഭ്യന്തരം തനിക്ക് തന്നെ വേണം, ആഭ്യന്തരം വിട്ടു നൽകാൻ കഴിയില്ല, പകരം ധനകാര്യമോ മറ്റോ എന്തെങ്കിലും നൽകാനുള്ളൊരു കാര്യമാണ് വി ഡി സതീശൻ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കാനും മന്ത്രിയാവാൻ താല്പര്യമില്ല എന്നുള്ള കാര്യത്തിലേക്ക് ഉറച്ചു നിൽക്കാനുമായിരിക്കും രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെന്ന് വളരെയധികം നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. സൈഫുദ്ദീൻ, ചെന്നിത്തലയുടെ വീട്ടിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ഈ സന്ദർശനം കൊണ്ട് വി ഡി സതീശന് കഴിയുമോ എന്നതാണ് ചോദ്യം. പക്ഷേ ഈ ഒരൊറ്റ സന്ദർശനം കൊണ്ട് കാര്യങ്ങൾ എവിടെയും എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിശ്ചയമായും ഹൈക്കമാൻഡാണ്. കാരണം എങ്ങനെ ചെന്നിത്തലയെ സെറ്റിൽ ചെയ്യണം, അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം, അദ്ദേഹത്തിന് പ്രതിച്ഛായ നഷ്ടം സംഭവിക്കാതെ അദ്ദേഹത്തെ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്, അനുനയിപ്പിക്കേണ്ടതുണ്ട്. അതിന് പക്ഷേ വി ഡി സതീശന് പൂർണ്ണമായും കഴിയില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ കൂടിയും വി ഡി സതീശൻ്റെ ഈ സന്ദർശനം മഞ്ഞുരുകാൻ ചെറിയ തോതിലെങ്കിലും കാരണമാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ഉറ്റുനോക്കുന്നത്. ചെന്നിത്തലയുടെ മുഖത്ത് ചെറിയ ചിരിയുണ്ട്. ഇന്നലെ കണ്ടതുപോലെയുള്ള മുഖമല്ല ഇപ്പോൾ. ഒപ്പം വി ടി ബൽറാം ഒരു ഭാഗത്ത്, അൻവർ സാദത്തുണ്ട്, അബിൻ വർക്കിയുണ്ട്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി വരുമോ ചെന്നിത്തല അദ്ദേഹത്തെ സ്വീകരിക്കാൻ എന്ന ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇറങ്ങി വന്നിട്ടില്ല. അദ്ദേഹത്തെ സ്വീകരിച്ചത് അൻവർ സാദത്തും അബിൻ വർക്കിയും കൂടി ചേർന്നാണ്. അകത്തായിരുന്നു വി ടി ബൽറാം ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ചർച്ച അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച സംസാരം ഇപ്പോഴും തുടരുകയാണ്. ഏറെക്കുറെ 10 മിനിറ്റ് പിന്നിടുകയാണ്. എന്ത് ഫോർമുല വെച്ചായിരിക്കും, എന്ത് പാക്കേജ് വെച്ചായിരിക്കും ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ആഭ്യന്തര വകുപ്പ് കൊടുത്താൽ ഒരു പക്ഷെ അദ്ദേഹം വഴങ്ങുമായിരിക്കും. പക്ഷെ അത് വിട്ടുകൊടുക്കാൻ വി ഡി സതീശൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. എന്തായാലും ചെന്നിത്തലയെ അനുനയിപ്പിക്കുന്ന കാര്യത്തിൽ നിർണായക ചർച്ചകളൊക്കെ നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരിടത്തായിരിക്കും. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പൂർണ്ണമായും അനുനയിപ്പിക്കാൻ കഴിയുന്നൊരവസ്ഥയിലല്ല ഉള്ളത്. എങ്കിൽ കൂടിയും അദ്ദേഹത്തെ വസതിയിലെത്തി കാണുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാഴ്ച തന്നെയാണ്. RB സനൂപ് തുടരുന്നുണ്ട്. സനൂപ് 10 മിനിറ്റ് പിന്നിടുന്നു. അകത്തുനിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു.